ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുബായിലെ ഇനോക് പെട്രോളിയം കമ്പനിയിൽ വന്നിട്ടുള്ള കുറച്ച് ഫ്രീ വിസകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അർമീനിയ അസർബൈജാൻ പാക്കേജസിനെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അർമീനിയയിൽ ഇപ്പോൾ നമ്മൾ പുതിയൊരു പാക്കേജ് കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് വിസ പ്ലസ് ടിക്കറ്റ്, ഡോക്യുമെൻറ്റേഷൻ പ്ലസ് നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ്, അതുപോലെ 1 മന്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഇതെല്ലാം കൂടെ ഉള്ളൊരു പാക്കേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ ടൂർ പോയി വരേണ്ട ആളുകൾക്കാണെങ്കിൽ അങ്ങനെ പോയി വരാം, ജോബ് നോക്കേണ്ട ആളുകൾക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അസർബൈജാൻ്റെ പാക്കേജസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ പറ്റുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നിങ്ങൾ യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ ഗൾഫ് കൺട്രീസിലോടുള്ള ജോബ് വേക്കൻസീസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ തന്നെ ഇനോക് പെട്രോളിയം കമ്പനിയിൽ വന്നിട്ടുള്ള ജോബ് ഓഫീസിനെ പറ്റി നോക്കാം. ഇത് ഒഫീഷ്യലി ഇനോക് പെട്രോളിയം കമ്പനി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഈ ഒരു ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. എന്ന് വെച്ചാൽ വലിയ PhD ഒന്നും വേണമെന്നല്ല, ഓരോ ജോബിനും അതിൻ്റേതായ റിക്വയർമെൻറ്റ് പറയുന്നുണ്ട്. നോർമലി ഇപ്പോൾ അഡ്നോക്കിലോട്ടാണെങ്കിലും ഇനോക്കിലോട്ടാണെങ്കിലും ഇതൊക്കെ ദുബായിലും അബുദാബിയിലൊക്കെ ഉള്ള പെട്രോളിയം കമ്പനീസ് ആട്ടോ. ഇവിടെ നമുക്ക് 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ടൊക്കെ ജോബിന് കയറാട്ടോ. പക്ഷേ കൂടുതലും അത് ലേബർ ജോബ്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇപ്പം നിലവിലുള്ള വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാമിലൊക്കെ ഫസ്റ്റ് തന്നെ ഇതേപോലെയുള്ള വേക്കൻസീസ് വരുമ്പോൾ ഫസ്റ്റ് തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സീഡ്രീം കമ്മ്യൂണിറ്റി എന്നാണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അവിടുന്ന് ലിങ്ക് ഓപ്പൺ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇത് ഇനോക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലൂടെ വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. പക്ഷേ നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് എന്ന രീതിയിൽ ഇനോക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ടെലിഗ്രാമിലൂടെയാണ്. നോർമലായിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനോക്ക് കമ്പനിയെ പറ്റിയുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 9000+ വർക്കേഴ്സ് ഇനോക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 1993 ഈ ഒരു കമ്പനി ഫൗണ്ട് ചെയ്ത്. പിന്നെ ഇത് ആക്ച്വലി അറിയാമല്ലോ, ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റഡ് വേക്കൻസീസ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കേട്ടോ, സൂം ഔട്ട് ചെയ്യാം. ഫസ്റ്റിന് കാണിക്കുന്നുണ്ട് ഫങ്ഷണൽ സീനിയർ അനലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജർ ഉണ്ട്. കുറച്ച് വലിയ ജോബ്സാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോബ് നോക്കാം. ഡാറ്റ അനലിസ്റ്റ് ഉണ്ട്, അതുപോലെ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ഇത് നോക്കാം, ഈ ഒരു ജോബിന് നോക്കാം. അതുപോലെ കുഴപ്പമില്ലാത്ത ജോബ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനെല്ലാത്തിനും വലിയ ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നുമില്ല. ഓരോ ജോബിനും അതിൻ്റേതായ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അത്ര മാത്രമേ പറയുന്നുള്ളൂ. കസ്റ്റമർ സർവീസ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഇത് നോക്കാം. നോർമലായിട്ട് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യാം. ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇനോക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലെത്തും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് എന്ന രീതിയിൽ ഈസി ആയിട്ട് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ സൈറ്റിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാനുവരി 10 ജോബ് പോസ്റ്റ് ചെയ്ത്. ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ്. അതുപോലെ കമ്പനി ഇനോക്കാണ്. പിന്നെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ വെഹിക്കിൾ ടെസ്റ്റിംഗ്, അതുപോലെ രജിസ്ട്രേഷൻ, ഇതേപോലെയൊക്കെയുള്ള ജോബ്സാണ്. ഇതേപോലെ ഈ ഒരു ടൈപ്പിൽ വരുന്ന ജോബാണ്. പിന്നെ ജോബ് പേർപ്പസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. 1 or 2 year വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം സിമിലർ പൊസിഷനിൽ കേട്ടോ. ഓക്കെ, പിന്നെ അറബി സ്പീക്ക് ചെയ്യാൻ അറിയണം, അതുപോലെ തന്നെ എന്താ പറയുക, റൈറ്റ് ചെയ്യാനും അറിയണം, അതുപോലെ തന്നെ ഇംഗ്ലീഷും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ജോബിനും ഇതേപോലെ റിക്വയർമെൻറ്റ് വരുന്നല്ല. ഓരോ ജോബിനും അതിൻ്റേതായ റിക്വയർമെൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ ഇത് എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഇവിടെ അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലിങ്ക്ഡിൻ ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇനോക്കിൻ്റെ സൈറ്റിലൂടെ തന്നെ അപ്ലൈ ചെയ്യാം. ഏത് സൈറ്റിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും അതിലൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഒരു അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് നൗ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു ഫോം ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഫില്ല് ചെയ്തങ്ങ് പോയാൽ മതി. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അവസാനമായിട്ട് നിങ്ങൾ പാസ്പോർട്ട് കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, സോ ഇതേപോലെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വരും. എല്ലാ ജോബ്സിനും അല്ല, ചില ജോബ്സിന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള ജോബ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് വരുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ സൈറ്റിൽ തന്നെ എടുക്കും. പിന്നെ ഇവിടെ വേറൊരു ജോബ് കാണുന്നുണ്ട്, LV ഡ്രൈവർ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എനിക്ക് ഡ്രൈവർ ജോബിനെ പറ്റി വലിയൊരു പിടുത്തമില്ല. അപ്പോൾ ഇതിൽ നോർമലി ഡ്രൈവറാണ്. അപ്പോൾ ബിസിനസ് വരുന്നത് എമിറേറ്റ്സ് ഗ്യാസ് ആണ്. ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ്.
പിന്നെ ജോബ് പേർപ്പസ് കാണിക്കുന്നുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് റിക്വയർഡാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ സ്കിൽസ് അതും വേണമെന്ന് പറയുന്നുണ്ട്. നോർമലായിട്ട് തന്നെ നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെയും കുറേ ജോബ്സ് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഇപ്പോൾ നിലവിലുള്ള ജോബ്സാണ് കേട്ടോ, ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ജോബ്സാണ്. പിന്നെ കൂടുതലും ദുബായിലുള്ള ആളുകൾക്കാണ് ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്നത്. കാര്യം ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ദുബായിലോട്ട് നോർമലി വിസിറ്റിംഗ് വിസയിൽ പോകുന്നുണ്ട്. ടൂറിസ്റ്റായിട്ട് പോകുന്നവരായിരിക്കും, പക്ഷേ എന്തെങ്കിലും നല്ല ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ അവർ ജോബിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദുബായിൽ PG ആയിട്ട് ദുബായിക്ക് പുറത്ത് പോകാതെ തന്നെ നമുക്ക് UAE അകത്ത് നിന്ന് തന്നെ ടൂറിസ്റ്റ് വിസ, വർക്ക് വിസ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന ജോബ് നിങ്ങൾ സോർട്ട് ചെയ്യുക, എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഫ്രീ വിസ കേട്ടോ. ഇതിൽ ഒരു എമൗണ്ട് പോലും നിങ്ങൾക്ക് സർവീസ് ചാർജ് ആയിട്ട് വരുന്നില്ല. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ചിലപ്പോൾ നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. പിന്നെ ഇനി നമുക്ക് അർമേനിയ, അസർബൈജാൻ ഈ 2 പാക്കേജസിനെ പറ്റി നോക്കാം. അർമേനിയയും അസർബൈജാനും നമ്മളിപ്പോൾ ചെയ്യുന്നത് നോർമൽ പാക്കേജ് കൊടുക്കുന്നുണ്ട്. അതായത് വിസയും ടിക്കറ്റും ഡോക്യുമെൻറ്റേഷനും മാത്രമായിട്ട് അർമേനിയയിലും അസർബൈജാനിലും നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് നോർമൽ ടൂർ പാക്കേജ്. ഇനി അതല്ല, നിങ്ങൾക്ക് ജോബ് വേണമെന്നുണ്ടെങ്കിൽ ജോബും നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അതുപോലെ തന്നെ TRC കാർഡ് വേണമെന്നുണ്ടെങ്കിൽ TRC കാർഡ് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. പക്ഷേ എല്ലാവരും നോർമലായിട്ട് ചൂസ് ചെയ്യുന്ന ഈ ഒരു വിസയും ടിക്കറ്റും മാത്രമുള്ള പാക്കേജാണ്. TRC കാർഡും അതുപോലെ തന്നെ ജോബും നമുക്ക് അവിടെ ചെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി അങ്ങനെ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ജോബ് കിട്ടുന്നില്ലെങ്കിൽ, TRC കാർഡൊന്നും ശരിയാവുന്നില്ലെങ്കിൽ, ആ സമയത്ത് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജോബ് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. പക്ഷേ സെയിം ടൈമിൽ നിങ്ങൾക്കൊരു കമ്പനി ജോബ് ഓഫർ ചെയ്യുകയാണ്, അതുപോലെ TRC കാർഡും ഓഫർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ലാഭിക്കാനും പറ്റും. ആ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പുതിയൊരു പാക്കേജ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അർമേനിയയുടെ കേസിൽ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് വിസ പ്ലസ് ടിക്കറ്റ്, ഡോക്യുമെൻറ്റേഷൻ, അതുപോലെ ട്രാവൽ ഇൻഷുറൻസ്, ഹോട്ടൽ ബുക്കിംഗ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഡോക്യുമെൻറ്റേഷനിൽ ഇതെല്ലാം പെടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ എയർപോർട്ട് പിക്കപ്പ്, 1 മന്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നോർമലി നിങ്ങൾ മറ്റൊരു കൺട്രിയിലോട്ട് മാറി നിൽക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജാണിത്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ജോബ് നോക്കണമെന്നുണ്ടെങ്കിലോ TRC കാർഡ് വേണമെന്നുണ്ടെങ്കിലോ അതിനുള്ള സൗകര്യം കൂടെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. പക്ഷേ നോർമലി ആൾക്കാർ ഇപ്പോൾ 1 മന്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസും കൂടെ ആട്ടോ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടെ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ, അതുപോലെ 1 മന്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, എയർപോർട്ട് പിക്കപ്പ്, ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഈ സമയത്ത് അർമേനിയയിലാണെങ്കിലും അസർബൈജാനിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ജോലി ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം ക്ലൈമറ്റ് കുറച്ച് ഹാർഡാണ്. പക്ഷേ ഒരു മാർച്ച്, ഏപ്രിൽ ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും പഴയതുപോലെ തന്നെ ആവും. എന്നാലും ഇപ്പോഴും ഒരുപാട് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.